ഇന്ത്യയുടെ രണ്ടാമത്തെ ആണവ മിസൈൽ അന്തർവാഹിനിയാണ് INS അരിഘട്ട് എന്ന് പറയുന്നത്. ഈ ഒരു INS അരിഘട്ടിൽ നിന്ന് ആണവശേഷിയുള്ള ബാലിസ്റ്റിക് മിസൈല് ഇന്ത്യ പരീക്ഷിച്ചു എന്നൊരു റിപ്പോർട്ട് ഇപ്പോൾ വരുന്നുണ്ട്. എന്നാൽ ഇത് സംബന്ധിക്കുന്ന വിവരങ്ങളൊക്കെ വളരെ രഹസ്യമായിട്ടാണ് സൂക്ഷിച്ചത്. അതായത് യാതൊരു ഡേറ്റയും ഇതുവരെയും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതലായിട്ട് പുറത്തു വന്നിട്ടില്ല. ഈ ഒരു പരീക്ഷണം നടന്നു എന്ന് പറയുന്നത് തന്നെ ജസ്റ്റ് ഒരു ചെറിയൊരു ന്യൂസായിട്ട് മാത്രമാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ പിന്നിൽ എന്തൊക്കെയാണ് പരീക്ഷണങ്ങളിൽ ഉൾപ്പെട്ടിരുന്നത്, എവിടെ വെച്ച് നടന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ഇപ്പോഴും കൃത്യമായ ഒരു വ്യക്തതയില്ല. കാരണം ഇതിന്റെ നിർമ്മാണത്തിൽ കാണിച്ച ആ ഒരു രഹസ്യ സ്വഭാവം ഈ പരീക്ഷണത്തിലും ഇന്ത്യ കാണിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സാധാരണ രീതിയിലുള്ള ഒരു പരീക്ഷണമല്ല ഇപ്പോൾ ഈ ഒരു കാര്യത്തിൽ നടക്കുന്നത്. കാരണം ഇന്ത്യ ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ നടക്കുമ്പോൾ സാധാരണ രീതിയിൽ കൂടുതൽ വിശദാംശങ്ങൾ വ്യക്തമാക്കാറുണ്ട്. എന്നാൽ ഇവിടെ വളരെ രഹസ്യാത്മകത പുലർത്തുന്നു എന്നുള്ളതാണ് ഇതിനകത്തുള്ള ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം. പരീക്ഷണം സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ ഇനിയും പുറത്തു വരേണ്ടതുണ്ട്. ചില ദേശീയ മാധ്യമങ്ങൾ വിശാഖപട്ടണത്തിനടുത്തോ അല്ലെങ്കിൽ ബംഗാൾ ഉൾക്കടലിന്റെ ഏതോ ഭാഗത്താണ് പരീക്ഷണം നടന്നത് എന്ന് മാത്രമാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ ഇതിനകത്തും വ്യക്തതയില്ല. ഏതാണ്ട് 6000 ടൺ ഭാരമുള്ള INS അരിഘട്ട് എന്ന് പറയുന്നത് വളരെ ആധുനികമായിട്ടുള്ള ഇന്ത്യയുടെ ഒരു മുങ്ങിക്കപ്പലാണ്. ഈ മുങ്ങിക്കപ്പലിന്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് ആണവ മിസൈലുകളെ വിക്ഷേപിക്കാനായിട്ട് ഇതിന് സാധിക്കുമെന്നതാണ്. അതായത് ഏതൊരു ശത്രു രാജ്യത്തിന്റെയും നെഞ്ചിടിപ്പ് കൂട്ടുന്ന ഒരു ഒന്നാന്തരം മുങ്ങിക്കപ്പലാണിത്. കാരണം ചൈനയുടെ കയ്യിൽ പോലും ഏതാനും ചില മുങ്ങിക്കപ്പലുകൾ മാത്രമാണ് ആണവ മിസൈൽ അന്തർവാഹിനികളുടെ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നതായിട്ടുള്ളത്. അപ്പൊ ഇന്ത്യക്കും അതുണ്ട്. പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള ലോകത്തെ മെജോറിറ്റി രാജ്യങ്ങളുടെയും കയ്യിൽ ഇല്ലാത്ത ഒന്നുകൂടിയാണിത്. UN രക്ഷാസമിതിയിലെ സ്ഥിരാംഗങ്ങൾക്കും ഇന്ത്യക്കും മാത്രമാണ് ഇത്തരത്തിൽ ആണവ മിസൈൽ അന്തർവാഹിനികൾ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇതിന്റെ പ്രാധാന്യവും വർദ്ധിപ്പിക്കുന്നത്. ചൈനയെ തന്നെയായിരിക്കും ഇത് ഏറ്റവും അധികം ഭയപ്പെടുത്തുക, ഒപ്പം പാകിസ്ഥാനെയും. ഇൻഡോ പസഫിക് സമുദ്ര മേഖലയിലെ 750 കിലോമീറ്റർ ദൂരപരിധിയിൽ നിരീക്ഷണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് INS അരിഘട്ട് ഇപ്പോൾ നമ്മൾ വിന്യസിക്കാൻ പോകുന്നതെന്നാണ് സൂചന. മാസങ്ങളോളം വെള്ളത്തിനടിയിൽ തുടരാൻ കഴിയുമെന്നതാണ് ഇതിന്റെ മറ്റൊരു സവിശേഷത. ഓഗസ്റ്റ് 29-നാണ് INS അരിഘട്ട് കമ്മീഷൻ ചെയ്തത്. ആദ്യത്തെ ആണവ മിസൈൽ അന്തർവാഹിനിയായിട്ടുള്ള അരിഹന്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് K4 മിസൈലുകളാണ് ഇതിൽ ഉപയോഗിക്കുക എന്നാണ് സൂചന. 7000 ടൺ ഭാരമുള്ള മൂന്നാമത്തെ ആണവ മിസൈൽ അന്തർവാഹിനിയായിട്ടുള്ള INS അരിധമന്റെ നിർമ്മാണവും പുരോഗമിക്കുകയാണ്. അടുത്ത വർഷത്തോടു കൂടി അത് കമ്മീഷൻ ചെയ്യുമെന്നാണ് സൂചന. ഈ K4 മിസൈലാണ് ഇതിൽ നിന്ന് പരീക്ഷിച്ചതെന്ന് പറഞ്ഞല്ലോ. നേരത്തെ നമ്മൾ അരിഹന്തിൽ പരീക്ഷിച്ചത് K15 എന്ന് പറയുന്ന മിസൈൽ ആയിരുന്നെങ്കിൽ ഇത് K4 ആണ്. K4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സാധാരണ ഒരു മിസൈൽ അല്ല. ഇന്ത്യയുടെ കൈവശമുള്ള ഇന്റർമീഡിയറ്റ് റേഞ്ച് സബ്മറൈൻ ലോഞ്ച്ഡ് ബാലിസ്റ്റിക് മിസൈലുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട മിസൈലാണിത്. അതായത് ലോകത്ത് വളരെ കുറച്ച് രാജ്യങ്ങളുടെ കയ്യിൽ മാത്രമാണ് ഇത്തരത്തിൽ സബ്മറൈനിൽ നിന്ന് ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിക്കാനുള്ള ശേഷിയുള്ളത്. അതിൽ തന്നെ ഏതാനും ചില രാജ്യങ്ങൾക്ക് മാത്രമാണ് ആണവ മിസൈലുകളെ വിക്ഷേപിക്കാനുള്ള ശേഷിയുള്ളത്. ഇന്ത്യ അക്കൂട്ടത്തിലൊരു രാജ്യമാണ്. പരമ്പരാഗതമായിട്ടുള്ള വാർഹെഡും അതോടൊപ്പം ആണവ ആയുധവും വഹിക്കാൻ ശേഷിയുള്ള മിസൈലുകളാണിവ. ഈ K4 മിസൈലിന്റെ ദൂരപരിധിയാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം. 4000+ ആണ് ഇതിന്റെ ദൂരപരിധി എന്ന് പറയുന്നത്. അതായത് ഇന്ത്യയുടെ സമുദ്രാതിർത്തികൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ലോകത്തെ ഒരുപാട് രാജ്യങ്ങൾ ഈ ഒരു മിസൈലിന്റെ പരിധിയിൽ വരും. 4000 കിലോമീറ്റർ ഓപ്പറേഷണൽ റേഞ്ച് ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ അഗ്നി സീരീസ് പോലെ അതിന്റെ മുങ്ങിക്കപ്പലുകളിൽ നിന്ന് തൊടുക്കാൻ കഴിയുന്ന മിസൈൽ കാറ്റഗറിയാണ് ഈ ഒരു K സീരീസിൽ പെടുന്ന മിസൈലുകൾ. K സീരീസിൽ അല്ലെങ്കിൽ K ഫാമിലിയിൽ വേറെ മിസൈലുകൾ ഉണ്ട്. ഈ K4 തന്നെ 4000 കിലോമീറ്ററിന് മുകളിൽ ഓപ്പറേഷണൽ ആണെന്ന് പറയുമ്പോൾ ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെല്ലാം തന്നെ പരിധിയിൽ വരുന്ന ഒരു അത്യാധുനികമായിട്ടുള്ള ഒരു മിസൈലാണ്. ഇതിലൂടെ ഇന്ത്യക്ക് കരയിൽ നിന്ന് അഗ്നി ഉൾപ്പെടെയുള്ള മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ട് ആക്രമണം നടത്താൻ കഴിയുമെന്നതുപോലെ തന്നെ സമുദ്രത്തിൽ നിന്ന് മുങ്ങിക്കപ്പലുകളിൽ നിന്ന് ഈ ആണവ ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ട് ശത്രു രാജ്യങ്ങളെ ആക്രമിക്കാൻ കഴിയും. ഈ കരയിൽ നിന്ന് തൊടുക്കുന്നതുമായിട്ട് നമ്മൾ ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇതിനെ പ്രതിരോധിക്കുക എന്ന് പറയുന്നത് ഏറെക്കുറെ അസാധ്യമാണ്. ഈ സമുദ്രത്തിൽ നിന്ന് മുങ്ങിക്കപ്പലുകളിൽ നിന്ന് നമ്മൾ ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിക്കുമ്പോൾ അതിനെ തടയുക എന്ന് പറയുന്നത് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറെക്കുറെ അസാധ്യമാണ്. അത്തരത്തിൽ സെക്കൻഡ് സ്ട്രൈക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാപ്പബിലിറ്റിയാണ് ഇന്ത്യ ഇതിലൂടെ നേടിയെടുത്തിരിക്കുന്നത്. അപ്പോൾ സെക്കൻഡ് സ്ട്രൈക്ക് എന്ന് പറയുമ്പോൾ അതിമാരകമായ സ്ട്രൈക്ക് നടത്താനുള്ള ശേഷി ഇതിലൂടെ ഇന്ത്യ നേടിയെടുത്തിരിക്കുകയാണ്. അപ്പോൾ ആണവായുധ ശക്തികളിൽ വളരെ നിർണായകമായിട്ടുള്ള ഒന്നായിട്ട് ഒരു രാജ്യമായിട്ട് ഓൾറെഡി ഇന്ത്യ മാറുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ K4 ഫാമിലി എടുക്കുമ്പോൾ
K-15 എന്ന് പറയുന്ന മിസൈലിനെ നമ്മൾ ഒരു ഷോർട്ട് റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ ആയിട്ടാണ് കാണുന്നത്. ഇതും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു സബ്മറൈൻ ലോഞ്ച്ഡ് ബാലിസ്റ്റിക് മിസൈലാണ്. പക്ഷേ അതിൽ തന്നെ SLBM കാറ്റഗറിയിൽ തന്നെ ഇതിനെ നമ്മൾ ഒരു ഷോർട്ട് റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ ആയിട്ടാണ് കാണുന്നത്. അതിന്റെ ഓപ്പറേഷണൽ റേഞ്ച് എന്ന് പറയുന്നത് ഒരു 1500 കിലോമീറ്റർ വരെയാണ്. ഈ K4ലേക്ക് വരുമ്പോൾ SLBMൽ തന്നെ K4 എന്ന് പറയുന്നത് ഒരു MRBM ആണ്, ഒരു മീഡിയം റേഞ്ച് ബാലിസ്റ്റിക് മിസൈലാണ്. 4000+ കിലോമീറ്റർ ആണ് അതിന്റെ ദൂരപരിധി എന്ന് പറയുന്നത്. K5 എന്ന് പറയുന്ന SLBM എന്ന് പറയുന്നത് ഒരു ICBM ആണ്, അതായത് 6000 കിലോമീറ്ററിന് മുകളിലാണ് അതിന്റെ ദൂരപരിധി. ഈ ഒരു മിസൈല് ഇപ്പോഴും ഇന്ത്യ അണ്ടർ ഡെവലപ്മെന്റ് സ്റ്റാറ്റസിൽ മാത്രം നിർത്തിയിരിക്കുകയാണ്. ഈ K5 മാത്രമല്ല, ഇന്ത്യക്ക് K6 എന്ന് പറയുന്ന ഒരു ICBM കൂടിയുണ്ട്. K6 എന്ന് പറയുന്നത് 12000+ കിലോമീറ്ററിന് മുകളിൽ ദൂരപരിധിയുള്ള മിസൈലാണ്. അതും മുങ്ങിക്കപ്പലിൽ നിന്ന് തൊടുക്കാൻ പറ്റുന്ന മിസൈലാണ്. ഈ K5ഉം K6ഉം ഇന്ത്യ വളരെ രഹസ്യമായി സൂക്ഷിക്കുകയാണ്. അത് നമ്മുടെ ഈ അഗ്നിയുടെ കാര്യം പറയുമ്പോൾ അഗ്നി 6ഉം അല്ലെങ്കിൽ സൂര്യ മിസൈൽ എന്നൊക്കെയുള്ള പേരുകൾ നമ്മൾ എപ്പോഴും പറയും. ഈ മിസൈലുകളും ഇന്ത്യ അതീവ രഹസ്യമായിട്ടാണ് സൂക്ഷിച്ചിരിക്കുന്നത്. അഗ്നി 6 എന്ന് പറയുന്നത് 12000 കിലോമീറ്ററിന് മുകളിലും സൂര്യ മിസൈൽ എന്ന് പറയുന്നത് 15 മുകളിലും 15000 കിലോമീറ്ററിന് മുകളിലും ദൂരപരിധിയുള്ള മിസൈലുകളാണെന്നൊക്കെയാണ് നമുക്ക് പല വാർത്തകളിൽ നിന്നുമൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതൊന്നും ഒഫീഷ്യലി ഇന്ത്യ ഗവൺമെന്റ് എവിടെയും സമ്മതിക്കുകയോ തിരസ്കരിക്കുകയോ ചെയ്തിട്ടില്ല. ഏതാണ്ട് 2010-12 കാലയളവിൽ തന്നെ ഇന്ത്യയുടെ അഗ്നി 5 മിസൈലൊക്കെ പൂർത്തിയായതാണ്. അതായത് അതിന്റെ പരീക്ഷണങ്ങൾ പൂർത്തിയായതാണ്. സാധാരണ നമ്മൾ അഗ്നി സീരീസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഓരോ മിസൈലുകളും നമുക്ക് നിർമ്മിക്കുന്നതിന് വേണ്ടി വന്നിട്ടുള്ള ഒരു കാലപരിധിയുണ്ട്, ഒരു കാലാവധിയുണ്ട്. ഒരു മിസൈൽ നിർമ്മിച്ച് 2-3 വർഷം കഴിയുമ്പോൾ അടുത്ത വേരിയന്റ് അങ്ങനെ നമ്മൾ 2012 കൂടിയൊക്കെ തന്നെ അഗ്നി 5 പൂർത്തിയാക്കിയതാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത് വരേണ്ടത് അഗ്നി 6 ആണ്, അതല്ലെങ്കിൽ അഗ്നി 7 വരണം. സാധാരണ രീതിയിൽ ഇന്നിപ്പോൾ 18000 കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള മിസൈലുകൾ റഷ്യക്കൊക്കെ നിർമ്മിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഏതാണ്ട് അത്രയും തന്നെ ദൂരപരിധിയുള്ള മിസൈലുകൾ നിർമ്മിക്കാനുള്ള ശേഷി ഇന്ത്യക്കുമുണ്ട്. പക്ഷെ അഗ്നി 6ഓ അല്ലെങ്കിൽ 7ഓ സൂര്യ മിസൈലോ ഒന്നും തന്നെ ഇന്ത്യ പരീക്ഷിച്ചതായിട്ടോ അത് ഏതെങ്കിലും തരത്തിൽ വിജയിച്ചതായിട്ടോ ഉള്ള ഒരു വിവരങ്ങളും നമുക്ക് ഇവിടെ ഇന്നേ വരെ ലഭ്യമല്ല. അതുപോലെയാണ് ഈ K5, K6. ഈ മിസൈലുകളും 6000-ഉം 12000-ഒക്കെ കിലോമീറ്റർ ദൂരപരിധിയുള്ള മിസൈലുകൾ എന്ന് പറയുമ്പോൾ ഇവയെക്കുറിച്ചുള്ള പരീക്ഷണങ്ങളും നമുക്ക് വ്യക്തമല്ല. ഈവൻ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് K4 എന്ന് പറയുന്ന മിസൈൽ പോലും ഇപ്പോൾ ഇന്ത്യ പരീക്ഷിച്ചത് വളരെ രഹസ്യമായിട്ടാണ്. എന്തുകൊണ്ടാണ് ഇന്ത്യ ഇതിന് വലിയ പ്രാധാന്യം കൊടുക്കാത്ത, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഇങ്ങനെയൊക്കെയുള്ള മിസൈലുകൾ ഉണ്ട് എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞാൽ അതൊരു അഭിമാനമാണല്ലോ. നമ്മളൊരു വലിയ ശക്തിയാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞ് മേനി വേണമെങ്കിൽ നമുക്ക് നടിക്കാം. പക്ഷെ ഇന്ത്യ അത് ചെയ്യാത്തത് പ്രധാനമായിട്ടും മറ്റു രാജ്യങ്ങളെ ഇത് ആശങ്കയിലാഴ്ത്തുമെന്നത് കൊണ്ട് തന്നെയാണ്. പ്രത്യേകിച്ച് വെസ്റ്റേൺ രാജ്യങ്ങളെയും അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും ഇന്ത്യയുടെ ഏറ്റവും വലിയ ട്രേഡ് പാർട്ട്നേഴ്സ് ആണ്. മാത്രമല്ല ഫ്യൂച്ചറിൽ നമ്മൾ അവരെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളികളായിട്ടാണ് കാണുന്നത്. ഈ സമ്പന്ന രാജ്യങ്ങളെ പിണക്കുക എന്നത് ഇന്ത്യയുടെ അജണ്ടയിൽ തന്നെ ഇല്ല. ഇന്ത്യ ഗവൺമെന്റ് ഒഫീഷ്യലി എന്തുകൊണ്ട് ഇതൊന്നും പറയാത്തത് അല്ലെങ്കിൽ എന്തുകൊണ്ട് പ്രതികരിക്കാത്തത് എന്നതിനെ കുറിച്ച് പറയാൻ നമുക്ക് പറ്റില്ല. പക്ഷേ ഇപ്രകാരമാണ് തോന്നുന്നത്. അതായത് ഇന്ത്യ ഇതിനെക്കുറിച്ച് മിണ്ടാത്തതിന്റെ കാരണം ഇപ്പൊ ഇന്ത്യയുടെ കൈവശം ഒരു 12000 കിലോമീറ്റർ ദൂരപരിധിയുള്ള മിസൈൽ ഉണ്ടെന്ന് പറഞ്ഞാൽ ആ മിസൈലിന്റെ പരിധിയിൽ യൂറോപ്പും അമേരിക്കയും ഒക്കെ വരും. 15000+ കിലോമീറ്റർ ദൂരപരിധിയുള്ള മിസൈൽ ഉണ്ടെന്ന് അറിയുകയാണെങ്കിൽ അമേരിക്കയ്ക്ക് ഇരിക്കപ്പുറതി ഉണ്ടാവില്ല. റഷ്യയും ചൈനയും ഒക്കെ അമേരിക്ക എപ്പോഴും അസ്വസ്ഥതയോടെ നോക്കുന്നത് അതുകൊണ്ടാണ്. പ്രത്യേകിച്ച് റഷ്യയുടെ കയ്യിൽ അത്തരം മിസൈലുകൾ ഉണ്ട്. അപ്പൊ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക ഇന്ത്യയുടെ ഒരു ടാർഗറ്റ് അല്ല, യൂറോപ്പ് ഇന്ത്യയുടെ ഒരു ടാർഗറ്റ് അല്ല. ഇവരോടൊന്നും ഇന്ത്യ യുദ്ധം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ നമുക്ക് വേണമെങ്കിൽ ഈ മിസൈലുകൾ നിർമ്മിക്കാനും ഉപയോഗിക്കാനുമുള്ള ശേഷിയുണ്ട് എന്ന് US-നും യൂറോപ്പിനും ഒക്കെ നന്നായിട്ട് അറിയാം. പക്ഷെ നമ്മൾ ഇത് ഉപയോഗിക്കുന്നുമില്ല. അപ്പൊ അവർക്ക് നന്നായിട്ട് അറിയാം നമുക്കതിന് കഴിയും, പക്ഷെ നമ്മൾ അത് നിർമ്മിക്കുന്നില്ല. കാരണം ഈ രാജ്യങ്ങൾ നമ്മുടെ ടാർഗറ്റിൽ വരുന്നില്ല. നമ്മുടെ ശത്രു രാജ്യങ്ങൾ എന്ന് പറയുന്നത് പാകിസ്ഥാനും ചൈനയുമാണ്. ഈ രണ്ട് രാജ്യങ്ങളെയും അറ്റാക്ക് ചെയ്യുന്നതിന് അല്ലെങ്കിൽ നേരിടുന്നതിന് പരമാവധി 5000 കിലോമീറ്റർ ദൂരപരിധിയുള്ള മിസൈലുകൾ തന്നെ ധാരാളമാണ് നമുക്ക്. അതിൽ കൂടുതൽ ആവശ്യം പോലുമില്ല. അത് എല്ലാ ചൈനയുടെയും പാകിസ്ഥാന്റെയും മുഴുവൻ ഭാഗങ്ങളെയും കവർ ചെയ്യും. പാകിസ്ഥാനെ ഒന്നും ആക്രമിക്കാൻ നമുക്ക് 5000-ഉം 4000-ഉം ഒന്നും ആവശ്യം പോലുമില്ല. എന്നാൽ ചൈനയുടെ ചില നഗരങ്ങൾ നമുക്കൊരു 5000 കിലോമീറ്റർ ദൂരപരിധിയിൽ വരുന്ന മിസൈലുകളിൽ ഏതാണ്ട് എല്ലാ നഗരങ്ങളും എല്ലാ പ്രദേശങ്ങളും ഉൾപ്പെടും. അതുകൊണ്ടാണ് ഇന്ത്യ ഈ അഗ്നി പോലും ഒരു 5000-6000 കിലോമീറ്ററിന് മുകളിൽ ഇന്ത്യ ഒരിക്കലും അവകാശപ്പെടാത്തത്. അഗ്നി മിസൈൽ പോലും ഒരു ICBM, ജസ്റ്റ് ഒരു ICBM എന്നുള്ള രീതിയിലാണ് ഇന്ത്യ നിർത്തിയിരിക്കുന്നത്. പക്ഷെ ചൈന പലപ്പോഴും ലേഖനങ്ങൾ അവരുടെ ഗ്ലോബൽ ടൈംസിലൂടെ എഴുതിയിട്ടുണ്ട്. ഈ ICBM എന്ന് പറയുന്ന നമ്മുടെ അഗ്നിക്ക് 8000-ന് മുകളിൽ ദൂരപരിധി ഉണ്ട്
ഇന്ത്യ അത് മറച്ചു വയ്ക്കുകയാണെന്നൊക്കെ ചൈന പറയാറുണ്ട്. കാരണം ചൈന ആഗ്രഹിക്കുന്നത് US-ഉം യൂറോപ്പും ഇന്ത്യക്കെതിരെ തിരിയണം എന്നാണ്. പക്ഷേ ഇന്ത്യ അതൊരിക്കലും ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതാണ് ഇതിന്റെ കാരണം. ഇന്ത്യ ഈ രഹസ്യ സ്വഭാവം നിലനിർത്തുന്നതിന്റെ കാരണം ഇപ്പോൾ K4 ആണെങ്കിലും K5 ആണെങ്കിലും K6 ആണെങ്കിലും ഒരിക്കലും നമ്മുടെ പാർട്ട്നേഴ്സ് ആയിട്ടുള്ള രാജ്യങ്ങൾക്ക് അല്ലെങ്കിൽ ഭാവിയിൽ ഒരു എതിരാളി ആകുമോ എന്ന് ഭയമുള്ള രാജ്യങ്ങൾക്ക് ഒരു ഭീഷണിയായി തോന്നരുത്. അത് നമ്മുടെ ട്രേഡിനെയും ഡെവലപ്മെന്റിനെയും ക്രിട്ടിക്കൽ ടെക്നോളജി കൈമാറ്റത്തിനെയും ഒക്കെ കാര്യമായി ബാധിക്കും. പ്രത്യേകിച്ച് നമ്മൾ തദ്ദേശീയമായി യുദ്ധവിമാനം നിർമ്മിക്കാനും ഒക്കെ പരിശ്രമിക്കുമ്പോൾ അതിന് ക്രിട്ടിക്കൽ ടെക്നോളജികൾ നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ യൂറോപ്പോ അമേരിക്കയോ ഒക്കെ നമുക്കെതിരായിട്ട് ഉപരോധം ഏർപ്പെടുത്തുകയാണെങ്കിൽ ഒരിക്കലും ഇതൊന്നും ഉടനെ നടക്കാൻ പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വളരെ കെയർഫുൾ ആയിട്ടാണ് ഇത്തരം കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യ ഈ രഹസ്യ സ്വഭാവം നിലനിർത്തുന്നത്. പക്ഷേ ഇന്ത്യയുടെ കൈവശം ഒരു പക്ഷേ K5-ഉം K6-ഉം അഗ്നി 6-ഉം സൂര്യയും 7-ഉം ഒക്കെ ചിലപ്പോൾ ഉണ്ടാകും. അത് ഉചിതമായ സമയത്ത് ഇന്ത്യ പുറത്തുവിടുക തന്നെ ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. കാരണം നിലവിൽ ഇന്ത്യ ഗവൺമെന്റിന്റെ ശ്രദ്ധ മുഴുവൻ എക്കണോമിക് ഗ്രോത്തിലാണ്. ഒപ്പം നമ്മുടെ രാജ്യത്തിനെ ശത്രുക്കളിൽ നിന്ന് സംരക്ഷിക്കുക എന്നതിലുമാണ്. കൂടുതൽ ശത്രുക്കളെ ഉണ്ടാക്കാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ രഹസ്യ സ്വഭാവം നിലനിർത്തുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.